ഹലോ എവരി വൺ. ടി സി എസിൻ്റെ Q4 റിസൾട്ട് വന്നു. നമ്മളിവിടെ കമ്പയർ ചെയ്തേക്കുന്നത് 2025 2026 തമ്മിലാണ്. 2025 വെച്ച് 2026 കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 12.1% കൂടിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. അതുപോലെ റവന്യൂ 9.6% കൂടിയിട്ടുണ്ട്. അത് നല്ല റിസൾട്ടാണ്. അതുപോലെ അത് മാത്രമല്ല ഓപ്പറേറ്റിംഗ് മാർജിൻ 25% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, സാലറി, റെൻറ്റ്, അങ്ങനെ കുറേ എക്സ്പെൻസ് കാണും. ആ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2025 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2026 അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 25% ഇൻക്രീസ് വന്നേക്കുന്നത്. നല്ല ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറാണ് കാണിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ടി സി എസിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയറിന് 31 രൂപ വെച്ച് ഡിവിഡൻഡ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല AI റവന്യൂ, ഈ IT സെക്ടറെല്ലാം ഇടിയാൻ കാരണം ബേസിക്കലി AIയുടെ കടന്നുവരവ് കാരണമായിരുന്നു IT സെക്ടറെല്ലാം ഇടിഞ്ഞത്. പിന്നെ മാറും. പക്ഷേ ടി സി എസിന് AI റവന്യൂ $2.3 ബില്യൺ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന AIയിൽ നല്ലൊരു തുടക്കം തന്നെ ടി സി എസിന് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ടി സി എസിന് $12 ബില്യൺ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം 3 മെഗാ ഡീൽസും അവരുടെ കയ്യിലിപ്പോൾ ഉണ്ട്. പിന്നെ ഉള്ളത് IT സർവേ അട്രീഷനാണ്. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി 12 മാസത്തെ ഡേറ്റ എടുക്കും. അതായത് അവരുടെ കമ്പനിയിൽ നിന്ന് എത്ര പേര് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്, പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ള ഡേറ്റാസാണ്. ഇത് 13.7%. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി കുറവാണ്. അപ്പം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ എംപ്ലോയീസ് അറ്റ്മോസ്ഫിയർ നല്ലൊരു ഹെൽത്തി വേയിലാണ് പോകുന്നത്. അതുപോലെ നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് IT സെക്ടർ മെയിനായിട്ട് വാച്ച് ചെയ്യുക. വിപ്രോ, TCS, HCL ഇതെങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നത് നാളെ വാച്ച് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അടുത്ത ഇൻഫോർമേഷനുമായിട്ടും പിന്നെ ക്ലാസ്സുമായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.